ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ കൃപാവരം സ്വർഗം തുറന്ന് നമ്മളിലേക്ക് വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ, കുടുംബത്തെ ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വർഗം തുറന്ന് ഈ മക്കളിലേക്ക് എല്ലാവരിലേക്കും കടന്നു വരണം. ഓരോ മക്കളും ഈ സമയം അനുഗ്രഹിക്കപ്പെടണം. കാരണം കർത്താവിൻ്റെ വചനം കടന്നു വരുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ വേണ്ടി പോകുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന വിശുദ്ധമായ കൃപയെക്കുറിച്ചാണ്. രൂപരഹിതമായി കിടന്ന ഭൂമിയിൽ ദൈവം 6 ദിവസം കൊണ്ട് സകല സൃഷ്ടികളും നടത്തി. 7-ാമത്തെ ദിവസം ദൈവം വിശ്രമത്തിന് വേണ്ടി മാറ്റിവെച്ചു. വിശ്രമിച്ച ദിവസത്തെ ദൈവം വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക, ദൈവമായ കർത്താവ് തളർന്ന് ക്ഷീണിതനായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം വിശ്രമിച്ചതിന് ശേഷമാണ് ദൈവം ഏറ്റവും മഹത്തായ സൃഷ്ടികർമ്മത്തിലേക്ക് ഏർപ്പെട്ടത്. ബാക്കിയൊക്കെ ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യന്റെ കാര്യം വന്നപ്പോൾ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. മനുഷ്യന്റെ കാര്യം വന്നപ്പോൾ ദൈവം ആലോചിച്ചു, എങ്ങനെ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കണം. ദൈവം തന്നെ ഉത്തരം കണ്ടുപിടിച്ചു. മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിക്കണം. ഇനി ഈ കുഴയ്ക്കുന്ന മണ്ണിന് എന്തിൻ്റെ രൂപമുണ്ടാകണം? എൻ്റെ മുഖച്ഛായ ഉണ്ടാകണം. അവനിലേക്ക് എൻ്റെ ജീവനെ ഊതി നിറയ്ക്കണം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി കർത്താവ് ആലോചിച്ചു, സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ അവൻ നിവൃത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആലോചനയുടെയും ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും ഫലമാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടികർമ്മം. നന്ദിയോടെ ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചു കൊള്ളുക. കാരണം ദൈവം അത്രമാത്രം കരുതലോടുകൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. സകല ക്ഷീണങ്ങളും മാറ്റിവെച്ച് ദൈവം വിശ്രമിച്ച് വലിയൊരു റിഫ്രഷ്മെന്റോട് കൂടിയിട്ടാണ് കർത്താവ് മനുഷ്യ സൃഷ്ടിയിൽ ഏർപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇത്രമാത്രം ഒരുക്കം നടത്തിയെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം കരുതലോടും എത്രമാത്രം പ്രാർത്ഥനയോടും എത്രമാത്രം വിനയത്തോടും കൂടെ വേണം ഒരു സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ. വെറുതെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകരുത്. നിങ്ങൾക്ക് മക്കൾ വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കൂടിയാലോചന നടത്തണം. കർത്താവേ, കുഞ്ഞു വേണം. മാത്രമല്ല, പിറക്കുവാൻ പോകുന്ന ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണണം. അവൻ്റെ മുഖം എങ്ങനെയായിരിക്കണം, അവൻ്റെ മൂക്ക് എങ്ങനെയായിരിക്കണം, കണ്ണെങ്ങനെയായിരിക്കണം, നിങ്ങൾ സ്വപ്നം കാണണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ സൃഷ്ടിയുടെ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതുപോലെ അനുഗ്രഹമുള്ളൊരു ജന്മത്തെ ഈ ഭൂമിക്ക് സമ്മാനമായി കൊടുക്കാൻ ദമ്പതികൾക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ എത്രമാത്രം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയോ അതുപോലെ മക്കളെ സൃഷ്ടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ആ കുഞ്ഞുങ്ങൾ നിന്റെ കുടുംബത്തിന് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമുള്ള മക്കളായിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം ഓർക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ ഈ ഭൂമിയെ അവകാശമാക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദൈവത്തിൻ്റെ മക്കളാണ്. ഭൂമിയെ അവർ അവകാശമാക്കും. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ, മക്കളെ ഒക്കെ കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടെ എനിക്ക് നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. മഹത്തായ സൃഷ്ടികർമ്മത്തിൽ കർത്താവേ, ദാമ്പത്യം എന്ന പരിശുദ്ധമായ കൂദാശയിലൂടെ ഞങ്ങളെ അവിടുന്ന് പങ്കാളിയാക്കിയല്ലോ. അവിടുന്ന് കനിഞ്ഞു നൽകിയ മക്കളെ കർത്താവേ ഈ നിമിഷം അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ കരങ്ങൾ വെച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവരിലേക്ക് അങ്ങയുടെ കൃപ ഒഴുകിയെത്തുകയും ചെയ്യണം. ആമേൻ.